ടസേഴ്സൊക്കെ നമുക്ക് വളരെ പോപ്പുലറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കുറച്ചെങ്കിലും റെയറായിട്ട് വരുന്നതാണ് റോ സിൽക്കിൻ്റെ കളക്ഷൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും റോ സിൽക്കിൻ്റെ 2 ലുക്കാണ്. അതിനകത്ത് സിമ്പിളായിട്ടുള്ള ഒരു അപ്പർ പോർഷൻ, അതിനകത്ത് സെറി ബോർഡർ വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് സ്റ്റോൺസ് ആണ് രണ്ടും വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ലോവർ പോർഷനിൽ നമുക്ക് ഒരു ഇന്ത്യൻ പ്രിൻറ്റ് ഡിസൈനിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് ആ ഒരു എലിഫൻറ്റ് മോട്ടീവ്സ്, കൂടുതലും ഇക്കത്തിൻ്റെ ഒരു സ്റ്റൈലാണ് അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് വീവിങ് പാറ്റേൺ അല്ലാണ്ട് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. 13,000 അബോ റേഞ്ച് വന്നിരിക്കുന്ന കളക്ഷനാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പല്ലു പോലെ തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ ഒരു ചെക്ക് പാറ്റേൺ കൊടുത്ത് ചെയ്തേക്കുന്ന സ്റ്റൈലാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബ്ലൗസിൻ്റെ ലുക്ക് ഇതാണ്. ഫുൾ ചെക്ക് പാറ്റേണിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ നമുക്ക് വരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ആൻഡ് ഇത് HS കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ദിസ് ഇസ് വൺ ലുക്ക്. ബ്രൗൺ ആൻഡ് മസ്റ്റേർഡ് ടോണാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് പെയിൽ ബ്ലൂ ഷെയ്ഡും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല്ലു ആൻഡ് ബ്ലൗസ് ഇതേ ഈ ഒരു ടോണ് ബേജ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത്. കുറച്ചും കൂടി ഒരു എനിക്ക് ഈ കളർ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം കേട്ടോ. നല്ല 2 കളേഴ്സിൻ്റെ അകത്ത് 13,499 റേഞ്ചിൽ വന്നിരിക്കുന്ന റോ സിൽക്ക് സാരീസാണ്. ഇതൊരു മീഡിയം വെയിറ്റ് ആണ് കേട്ടോ. നമുക്കൊരു മീഡിയം വെയിറ്റിൻ്റെ അകത്ത് നല്ല ക്ലാസി ആയിട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളപ്പോഴും എപ്പോഴും കാണുന്ന ഒരു സ്റ്റൈലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷൻ. ആൻഡ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോവർ ബോർഡറിൽ നമുക്ക് ആ ഒരു ഇക്കത്തിൻ്റെ സ്റ്റൈല് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താ ഒരു ട്രഡീഷണൽ ടച്ച് അതിൻ്റെ അകത്ത് വരികയാണ്. അപ്പം നമുക്കത് ഒരു ഫ്യൂഷൻ ഫീലാണ് മൊത്തത്തിൽ ഒന്ന് കൊടുക്കുമ്പോഴും വരുന്നത്. ആക്സസറൈസ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ടുള്ള ജ്വല്ലറീസ്, പക്ഷേ അത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആക്കുക. അപ്പോൾ നമുക്ക് അതിനെ ഈസി ആയിട്ട് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തെടുക്കാനും പറ്റും. സ്ലീക്ക് ആയിട്ടുള്ള ഗോൾഡൻ ഹീൽസിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. ഹീൽസ് കംഫർട്ടബിൾ അല്ലെങ്കിൽ സാൻഡൽസ് ആണെങ്കിലും ഓക്കെ ആണ്. അപ്പം റോ സിൽക്കിൻ്റെ കളക്ഷനാണ്. HS-ൻ്റെ 2 ഡിഫറെൻറ്റ് HS 1189 ഒക്കെ 1189ഉം 1188ഉം വരുന്ന കോഡ്സിലുള്ളതാണ്. ടിഷ്യൂ ഓർഗൻസ സാരി ഒരു 2 ഷെയ്ഡ്സിലാട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഗ്രേയിൻ്റെയും ലൈറ്റ് യെല്ലോൻ്റെ ഒരു കോമ്പിനേഷൻ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫുള്ളായിട്ടൊരു ബാസ്ക്കറ്റ് വീവിങ് സ്റ്റൈലാട്ടോ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ആൻറ്റിക് ടച്ചിൽ വന്നേക്കുന്ന സീക്വൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് ആ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. പല്ലുവിൻ്റെ പോർഷനിലൊക്കെ ഓപ്പൺ ചെയ്ത് ആ ഒരു ഫുൾ ഡീറ്റെയിലിംഗ് നോക്കാം കേട്ടോ. നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും ഹെവി ആയിട്ട് ആ ഒരു ബാസ്ക്കറ്റ് വീവിങ് സ്റ്റൈലാണ് ഇതിനകത്ത് ഫുള്ള് കൊണ്ടുവന്നേക്കുന്നത്. പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് അതിനകത്ത് തന്നെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു ബാസ്ക്കറ്റ് വീവിങ്ങിനെ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ആ ഒരു ലുക്കും കൂടി കൊണ്ടുവന്നേക്കുന്നത്. അതിന് എൻഡിലായിട്ട് സെയിം ആ ഒരു സിൽവർ ഗോൾഡ് സെറീൻ്റെ തന്നെ ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആൻഡ് സെൽഫ് ടാസൽസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാട്ടോ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് വളരെ തിന്നായിട്ട് വന്നേക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അതൊക്കെ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും മിക്സിലാണ് ആ ഒരു വീവിങ് സ്ട്രൈപ്സ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആൻഡ് സ്കാറ്റർ ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ആ ഒരു ബാസ്ക്കറ്റ് വീവിങ് സ്റ്റൈൽ തന്നെ സ്കാറ്റർ ആയിട്ട് ത്രൂ ഔട്ട് ബോഡിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബോർഡറിലും സെയിം ആ ഒരു ലുക്ക്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന വീവിങ് സ്റ്റൈലാട്ടോ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസും ബ്ലൗസ് ഈ ഒരു സ്ട്രൈപ്സ് ലുക്കിൽ വന്നേക്കുന്ന ഗോൾഡ് സെറീൻ്റെ ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത് വിത്ത് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ആ ഒരു കളർ ഷെയ്ഡിനകത്തും വർക്ക് ഡീറ്റെയിലിംഗ് സെയിം ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ലുക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് ആ ഒരു സെറീൻ്റെ ലുക്ക് കുറച്ചും കൂടി ഒന്ന് എടുത്തറിയുന്നത്. യെല്ലോയിലാവുമ്പോഴത്തേനും കുറച്ചൊന്ന് ആ ഒരു ഗോൾഡ് തന്നെ ടോൺ വരുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒന്ന് കൂടുതൽ അങ്ങനെ എടുത്തറിയാൻ പറ്റില്ല. ആ ഒരു സെറ്റിലായിട്ട് നിൽക്കും. ഇതിനകത്ത് കുറച്ചും കൂടെ ഒന്ന് എടുത്തറിയാൻ പറ്റുന്നു കേട്ടോ. ആ ഒരു ബാസ്ക്കറ്റ് വീവിങ് സ്റ്റൈലാണെങ്കിലും സെറീൻ്റെ ഒരു ലുക്കാണ് കുറച്ചും കൂടെ ഒന്ന് എടുത്തറിയുന്ന രീതിയിലാണ് വീവിങ് ചെയ്ത് വന്നേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് RGD 270 പ്രൈസ് റേഞ്ച് വരുന്നത് 12,299. നമുക്കൊരു വെഡ്ഡിങ് ഒരു പ്രീമിയം ലുക്കിൽ വന്നേക്കുന്ന സാരീസിൻ്റെ കളക്ഷൻ ചെക്കോർ വെബ്സൈറ്റ് www.aham.store. ഒക്കേഷണൽ വെയർ കളക്ഷൻ്റെ അകത്ത് നമുക്കൊരു 3 ലുക്ക്, 3 കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ് ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഒരു ടോണാണ്.
നമുക്കിപ്പം എന്ത് ടൈപ്പ് ഓഫ് സ്കിൻ ടോൺ ആണ് നമ്മുടെയെങ്കിലും ഒരുവിധം എല്ലാ ടോണിനും ചേരുന്ന ഒരു കളറുമാണ് കേട്ടോ. ഈ കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. പക്ഷെ ഒരു സാറ്റിൻ ജോർജറ്റ് ദുപ്പട്ടയും അതിൻ്റെ കൂടെ ടിഷ്യൂവിൽ ഒരു ലിനൻ ഫിനിഷിൽ വന്നിരിക്കുന്ന ടോപ്പാണത്. സറ്റൂൺ ബോട്ടമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. വർക്ക് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നെക്കിൽ മാത്രമായിട്ടാണ് അതിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓൾസോ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇത് ഫുള്ളി ഷിമ്മറായിട്ട് ഫീൽ വരുന്ന ഒരു ടിഷ്യൂ ലുക്കാണ്. ആൻഡ് ദിസ് ഇസ് ദി നെക്ക്. അതിനകത്ത് ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ആ ഒരു ബ്രിക്ക് ടോണിൻ്റെ ഷെയ്ഡും കൂടെ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ദുപ്പട്ടയാണ്. സ്റ്റിക്കിംഗ് വർക്കാണ് അതിനകത്ത് ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് എഡ്ജിൽ നമുക്ക് ഹാൻഡ് മാർക്കും ചെയ്തിട്ടുള്ള ഫിനിഷിങ്ങും കട്ട് ട്യൂബ്സിൻ്റെ ഫിനിഷിങ്ങും കൂടെ ആയിട്ടാണ് വരിക. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ലുക്കാണ്. ആൻഡ് ഇവൻ നമുക്ക് സ്ട്രോങ് കളേഴ്സ് വേണ്ട, ഗ്രേ പോലത്തെ മ്യൂട്ടഡ് പാലറ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒക്കേഷണൽ വെയർ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ലുക്കാണ്. അപ്പോൾ ഇതെല്ലാം ടിഷ്യൂവിൻ്റെ ഫീല് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഓർഗൻസ ടിഷ്യൂ ഫീലാണ്. അതിനകത്ത് ഫുള്ളായിട്ട് പ്രിൻറ്റഡ് ലുക്കും നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുമാണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. സെയിം മെറ്റീരിയലാണ്. ദുപ്പട്ടയും വളരെ ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഓർഗൻസ ഫിനിഷിങ്ങിൽ ടിഷ്യൂ. അതിനകത്ത് പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു കാഷ്വൽ ഫീല് കൂടി നമുക്ക് അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റൂൺ ബോട്ടാണ് അതിൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്നത്. ഫുള്ള് കട്ട് ട്യൂബ് വർക്ക്, ലോങ് ട്യൂബിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഷിമറി വർക്ക്. അത് ആ ഗൺമെറ്റൽ ടോണും ആൻറ്റീക്കിൻ്റെ ഷെയ്ഡും ആ ഗ്രേക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം 3 റേഞ്ചസിനകത്തൊക്കെ വന്നിട്ടുള്ള സെറ്റ്സാണ് കേട്ടോ. എല്ലാം 3ഉം 2ൻ്റെയും ഇൻ ബിറ്റ്വീൻ വന്നിരിക്കുന്നത്. 3ൻ്റെയും ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ ഒക്കേഷണൽ വെയർ ആയിട്ട് നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, നമുക്കിഷ്ടമുള്ള നെക്ക് ലൈനും അതിനകത്ത് നമുക്ക് ചെയ്യുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്കതിനകത്ത് ചെയ്തെടുക്കാനും പറ്റും. വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റ് പേജിൽ പോകാം.